മുസ്ലിം രാജ്യങ്ങളുടെ പ്രദേശം പിടിച്ചടക്കി വിശാലമായ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അഭിപ്രായം നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചു. തങ്ങൾക്ക് കൃത്യവും വ്യക്തമായിരിക്കുന്ന ലക്ഷ്യമുണ്ട് എന്നുള്ളതും മുസ്ലിം രാജ്യങ്ങളിലെ ചില രാജ്യങ്ങൾക്ക് അവരുടെ പ്രദേശം കൈയടക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രദേശം സ്ഥിരമായ രീതിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല, അതിലൊക്കെ തങ്ങൾ അവകാശം പറഞ്ഞിട്ടുണ്ട്, പറയപ്പെട്ട അവകാശത്തിൽ നിന്ന് ആ പ്രദേശങ്ങളിലൊക്കെ തങ്ങളുടെ ഭൂമികയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സാമ്രാജ്യം എന്ന തരത്തിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാഷ്ട്രത്തെ വിപുലീകരിക്കും എന്നുള്ളതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ വിവാദമായി വലിയ രീതിയിൽ ചർച്ച വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. മുൻപ് 2-3 വർഷം മുമ്പ് ഈ അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു, പിന്നീട് അത് നിശ്ചലമായി പോയി. യുദ്ധത്തിന്റെ മുഹൂർത്തഘട്ടത്തിൽ ഈ നിലപാട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആവർത്തിച്ചതോടുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വീണ്ടും വിവാദമായിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ വിഷയകാര്യങ്ങളൊക്കെ എവിടം വരെ ചെന്നെത്തിക്കും എന്ന തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത് കൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശം ഇസ്രായേലിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് ഇസ്രായേലാണ് ഒരു ഭാഗത്ത് എന്നതിനാൽ കൃത്യമായിരിക്കുന്ന ഒരു ഉത്തരം ഇല്ല എന്നോ ഉണ്ട് എന്നോ പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ സംസാരിക്കുന്നതും ഇസ്രായേൽ പ്രവർത്തിക്കുന്നതും അവരുടെ ആയുധബലം കൊണ്ടോ അവരുടെ ശക്തി കൊണ്ടോ അല്ല, അമേരിക്കയുടെ ആയുധബലം കൊണ്ടും അമേരിക്കയുടെ ശക്തി കൊണ്ടും അമേരിക്കയുടെ സഹായം കൊണ്ടുമാണ്. അത് സർവ്വ മേഖലയിലും സർവ്വ നേരത്തും അത് അവർക്ക് കിട്ടാറുണ്ട്. മിഡിൽ ഈസ്റ്റ് പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുക എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാജ്യത്തെക്കാൾ അനിവാര്യമായിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനാണ്. ലോകത്താകമാനമുള്ള എണ്ണ സമ്പത്തിന്റെ 70% മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതും ലോകത്താകമാനമുള്ള സമ്പാദ്യത്തിന്റെ 30%-ലധികം ഈ മേഖലയിൽ നിന്നാണ് ഉള്ളത് എന്നതിനാൽ വലിയ നിർണായകമാണ് ലോക ഭൂപടത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്തിനുള്ളത്. അതിന്റെ മധ്യത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുള്ളത്. അത് അവിടുന്ന് കൈവിട്ടു പോയാൽ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റ് ഇല്ലാതായി പോയാൽ ഈ മേഖലയിലുള്ള ആധിപത്യം അമേരിക്കക്ക് ഇല്ലാതായി പോകും എന്നൊരു ഭയപ്പാടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്തൊരു തെമ്മാടിത്തം ചെയ്താലും അതിന് 100% പിന്തുണയോടുകൂടി അമേരിക്ക എല്ലാ കാലത്തും പറന്നെത്താറുണ്ട്. ഒക്ടോബർ 7 ശേഷം നടന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ സഹായിച്ച രാജ്യത്തിന്റെ പേര് പറയുന്ന സമയത്ത് അമേരിക്ക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് 967 നടന്ന യുദ്ധം 6 രാജ്യങ്ങൾ പങ്കെടുത്ത 6 ദിന യുദ്ധമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യത്തിൽ ഒന്ന് ഈജിപ്താണ്, പിന്നെ ജോർദാൻ വന്നിട്ടുണ്ട്, സിറിയ വന്നിട്ടുണ്ട്, ലെബനാൻ വന്നിട്ടുണ്ട്. ഈ 4 രാജ്യങ്ങളും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി പങ്കിട്ട രാജ്യമാണ്. പിന്നീട് ഇറാഖും ഇറാനും അതിന് സഹകരിച്ച രാജ്യമാണ്. അങ്ങനെയാണ് 6 രാജ്യം വരുന്നത്. ഈ 4 രാജ്യത്തിലെ നേതൃത്വ സ്ഥാനത്തുള്ള അല്ലെങ്കിൽ 6 രാജ്യത്തെ അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഈജിപ്താണ് ഈ യുദ്ധത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത്. യുദ്ധത്തിൽ പരാജയപ്പെട്ടു. 6 ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയോ അല്ലെങ്കിൽ ഫ്രാൻസോ ഈജിപ്തിന്റെ സൈനിക മേധാവിത്വം അല്ലെങ്കിൽ സൈനികരും അവരുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധസന്നാഹങ്ങളുടെയും രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി കൊടുത്തു എന്നുള്ളതും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചുകൊണ്ട് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തി അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ചരിത്രം. ആ യുദ്ധത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വിരാമത്തോടനുബന്ധിച്ച് ഈ പറയപ്പെട്ട 4 രാജ്യം, അത് ഈജിപ്ത്, സിറിയ, ലെബനാൻ, ഈ 3 രാജ്യങ്ങളും പിന്നീട് ജോർദാനും, ഈ 4 രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ഭൂപ്രദേശം നഷ്ടമായി. ഓരോരോ രാജ്യം, ആദ്യം ഈജിപ്തിന്റെ ഭാഗമായിരുന്നു ഗസ എന്നുള്ളത് നമുക്കറിയാം. പിന്നീട് ഗോലാൻ കുന്ന് സിറിയയുടെ ഭാഗമാണ്. ഈ പറയപ്പെട്ട ജോർദാൻ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ രാജ്യങ്ങളിലൊക്കെ ഭൂപ്രദേശം പിടിച്ചടക്കി ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടം അവിടെ ആരംഭിച്ചു. അന്ന് വരെയുള്ള ഇസ്രായേലിന്റെ ഭൂമിയുടെ 4 ഇരട്ടിയെങ്കിലും ഈ 4 പ്രദേശത്തു നിന്ന് ആ കാലത്ത് പിടിച്ചെടുക്കപ്പെട്ടു. എന്നാൽ ഇത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതും ഇതിന്റെ ആവർത്തനം ഇനി ഉണ്ടാകുമെന്നും തങ്ങളുടെ വിശാലമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നം തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാക്കുമെന്നും ഇസ്രായേലിന്റെ നിലവിലെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതോടുകൂടിയാണ് വീണ്ടും ഈ വിവാദം ഉയർന്നു പോന്നിരിക്കുന്നത്.
അതിന് അവർ പറയപ്പെട്ട ആ രാജ്യത്തിന്റെ പുറമെ മറ്റ് 4 രാജ്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിരിക്കുന്ന രാജ്യം സൗദി അറേബ്യയുടെ പേര് വരെ ഉണ്ട് എന്നുള്ളതാണ്. സൗദി അറേബ്യയുടെ പേര് അതിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അതുവരെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിത്തം വഹിക്കാത്ത ഉഗാണ്ടയുടെയും ഇറാഖിന്റെയും തുർക്കിയുടെയും പേരുണ്ട്. അപ്പൊ തുർക്കി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നേർക്ക് നേരെ ഇസ്രായേലുമായിട്ട് ഇതുവരെ ഏറ്റുമുട്ടാത്ത ഒരു രാജ്യമാണ്. അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ തുർക്കിക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. ഇറാഖിന് ഈ ഉഗാണ്ടയ്ക്ക് പങ്കാളിത്തമില്ല. അപ്പോൾ ഈ സൗദി അറേബ്യക്ക് പങ്കാളിത്തമില്ല. സൗദി അറേബ്യ ഒരു കാലത്തും ഇസ്രായേലിന്റെ വിഷയത്തിൽ ഇടപെടുകയോ അവരിങ്ങോട്ടോ ഇവരങ്ങോട്ടോ യാതൊരു സഹകരണമില്ലാത്ത രീതിയിലാണ് ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. 2020 കാലഘട്ടത്തിലെ അബ്രഹാം കരാർ വരെ. അബ്രഹാം കരാറോടനുബന്ധിച്ചിട്ടാണ് ഈ 2 രാജ്യങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും പിന്നീടുള്ള രാജ്യാന്തര തലത്തിലുള്ള പരസ്പര കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായത്. ഇസ്രായേലിന്റെ മന്ത്രിസഭയിലുള്ള വ്യക്തി ഈ റിയാദ് സന്ദർശിച്ചതും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ മധ്യസ്ഥാനത്തിലുള്ള വ്യക്തി ഇസ്രായേൽ സന്ദർശിച്ചതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അന്നൊക്കെ അടയാളപ്പെടുത്തിയത്. 2023 വർഷത്തിലാണ് ആ സംഭവം. 2020 അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ആരംഭിച്ചത്. പിന്നീട് കുറെ നിശ്ചലമായി പോയി. പിന്നെ അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് തങ്ങൾ ആ കരാറിൽ ഒപ്പിട്ടത് എന്ന് സൗദി അറേബ്യ പറഞ്ഞു. അങ്ങനത്തെ കുറെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല. അത് കുവൈറ്റും അങ്ങനെയല്ല. എന്നാൽ കുവൈറ്റും ഈ സൗദി അറേബ്യയും അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ 2 രാജ്യങ്ങളും ഇറാഖുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇറാഖ് ലെബനാനുമായിട്ട് പങ്കിടുന്നുണ്ട്. അങ്ങനെയാണ് അത് വരുന്നത്. അങ്ങനെ ഗ്രേറ്റ് ഇസ്രായേലിന്റെ ഒരു ചിത്രം കൊണ്ട് വരച്ച് ഒരു പ്ലാനും കൊണ്ട് വരച്ചിട്ട് അതാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ലക്ഷ്യം ഇസ്രായേൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ യുദ്ധം വരും, അല്ലെങ്കിൽ അതിർത്തി പിടിച്ചെടുക്കുന്ന ഒരു പ്രദേശം വന്നാൽ അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അവർ വളരെ ബുദ്ധിപൂർവ്വം പരാമർശിക്കാത്ത ഒരു രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ്. അത് ഈ ഇറാഖിന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന പ്രദേശം എന്ന നിലക്ക് ആ രാജ്യത്തിന്റെ പേര് ഇതിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ആ പേര് കൂടി പരാമർശിച്ചിരുന്നെങ്കിൽ ഉദ്ദേശിക്കുന്നതിന് മുൻപേ ഇറാൻ യുദ്ധം ആരംഭിക്കുമെന്നൊരു ഭയപ്പാട് ഉണ്ടായത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. പിന്നീട് ഇതിൽ മറ്റൊരു വിഷയമാണ് തുർക്കിയുടെ പേര് വന്നു എന്നുള്ളതാണ്. തുർക്കി ഇതുവരെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലും പങ്കാളിത്തം വഹിക്കാത്ത രാജ്യമാണ്. അങ്ങനെ തുർക്കിയുടെ പേര് വരുന്നതോടുകൂടി ഈ ഐക്യപ്പെടുന്ന ഒരു സംവിധാനത്തിന് വലിയ രീതിയിലുള്ള ശക്തി പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള ചർച്ച സർക്കാർ തലത്തിൽ തന്നെ ഇപ്പൊ ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിർത്തിയുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് കൈയേറിയാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യുദ്ധം ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ ആരായിരിക്കും ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന തരത്തിലാണ്. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇസ്രായേൽ 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിന്റെ ഭാഗങ്ങളൊന്നും ഇപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് തിരിച്ചു പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുറച്ചെങ്കിലും പിടിച്ചെടുത്തത് ലെബനാന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ്. അത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ശക്തമായിരിക്കുന്ന അക്രമത്തിന്റെ ഭാഗമായി ആ പ്രദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ടാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പോഴും പറയുന്നത് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പരാജയപ്പെടും, ഞങ്ങൾക്കത് അനുഭവമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ പിന്മാറില്ല എന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് പറയാനുള്ള കാരണം 1967 യുദ്ധത്തിന് ശേഷം അവർ നിരന്തരം ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ ചില പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു മാറുകയും അത് ഈ ലെബനാൻ പിടിച്ചെടുക്കുകയും ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ അവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 18% മുസ്ലിം പൗരത്വമുള്ള ഒരു രാജ്യം കൂടിയാണ്. അവിടെ 1 കോടിയിൽ താഴെയാണ് അവിടുത്തെ ജനസംഖ്യ. അതിൽ 18% മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട് ഇത്രയും വലിയ മുസ്ലിം ജനസംഖ്യ ജൂത രാജ്യത്തുണ്ടായി എന്ന് ചോദിച്ചാൽ 1967 ശേഷം അവർ പിടിച്ചെടുക്കപ്പെട്ട അറബ് രാജ്യങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തുള്ള ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ പിൽക്കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ശതമാനം മുന്നേറ്റം അവിടെ ഉണ്ടായത്. 1947 ശേഷം ഇത്രയൊന്നും അവിടെ മുസ്ലിം ജനസംഖ്യയില്ല, വളരെ കുറവാണ്. 5% താഴെ അല്ലെങ്കിൽ 3% താഴെ എന്നൊക്കെ പറയുന്നു.
ഈ യുദ്ധത്തോട് കൂടിയിട്ടാണ് ഇത്രയും വലിയ ജനസംഖ്യ വന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളൊക്കെ ഈജിപ്ത് ആണെങ്കിലും ലെബനാൻ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും ഈ പ്രദേശത്തെയൊക്കെ ഇസ്രായേലിന്റെ സൈന്യം മുന്നേറുക എന്ന് പറഞ്ഞാൽ സൈന്യം മാത്രമായിരിക്കില്ല, കൂടെ അമേരിക്ക ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യം എന്ന നിലക്ക് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെയും ഇറാഖി സൈന്യത്തെയും ഇസ്രായേൽ സൈന്യത്തെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈന്യത്തെയും തുരത്തി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നടക്കില്ല എന്നതിനാൽ എന്ത് പോംവൈകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുമോ അല്ലെങ്കിൽ ഒരു ആവേശത്തിന് വേണ്ടി പറഞ്ഞതാണോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വരികയാണ്. കാര്യം എന്ന് പറയുന്നത് ലോകം ഇപ്പോൾ വലിയ രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത്. ഒന്ന് അമേരിക്കൻ ചേരിയാണ്, മറ്റൊന്ന് റഷ്യയുടെയും ചൈനയുടെയും ചേരിയാണ്. അപ്പോൾ അമേരിക്ക ഏതെങ്കിലും ഒരു തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തി നടത്തിയാൽ അങ്ങനെ തന്നെ തിരിച്ചടിക്കാനുള്ള ധൈര്യമൊന്നും റഷ്യക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അതിപ്പോ ഈ 2.5 വർഷത്തോളമായി റഷ്യ യുദ്ധം ചെയ്യുന്ന ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. 37ാം സ്ഥാനത്താണ് സൈനിക മേധാവിത്വത്തിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. ഈ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ 2ാം സ്ഥാനത്താണുള്ളത്. ഈ 2ാം സ്ഥാനത്തുള്ള റഷ്യക്ക് 37ാം സ്ഥാനത്തുള്ള ഉക്രൈനെ പരാജയപ്പെടുത്താൻ 2.5 കൊല്ലമായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ ശക്തിയും ബലവും എവിടെയാണ് ചോർന്നു പോയത് എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അവരാണ് ലോക വൻകിട ശക്തിയായിരിക്കുന്ന അമേരിക്കക്ക് ബദലായിട്ട് നിൽക്കുന്നത്. പിന്നീട് ഒന്ന് ചൈനയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ യുദ്ധത്തിലും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവ രീതികൾ ചൈനക്ക് ഉണ്ടാവാറില്ല. 2ാം ലോക യുദ്ധത്തിൽ അമേരിക്കയുടെ ചേരിയോടൊപ്പം ചേർന്ന് നിന്ന് അവർ വിജയം വരിച്ചിട്ടുണ്ട് എന്നൊരു പ്രത്യേകത ഉണ്ട്. പിന്നീട് ആ വിജയം വരിച്ച രാജ്യങ്ങൾക്കിടയിലാണ് ആധിപത്യത്തിന് വേണ്ടിയുള്ള ശീതസമരങ്ങളൊക്കെ ആരംഭിച്ചത് എന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ്. അപ്പൊ ഇവിടുത്തെ വിഷയം മുസ്ലിം രാജ്യങ്ങളെ കുറിച്ചുള്ള ഈ പരാമർശങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ആ രാജ്യത്തേക്ക് ഇസ്രായേൽ സൈന്യം അമേരിക്കൻ സൈന്യത്തോട് ഒരുമിച്ച് കൊണ്ട് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ തുർക്കി ഇതിൽ നിർണായക കക്ഷിയാണ് എന്നതിനാൽ തുർക്കിയെ മേധാവിത്വത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഈ ഏകോപന സൈന്യത്തോട് കൂടിയിട്ട് ഇവിടെ പ്രതിരോധിക്കുമോ എന്നുള്ളതും ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇസ്രായേൽ മുതിരുമോ എന്നുള്ളതും രണ്ട് രീതിയിലുള്ള ചർച്ച ഇവിടെ വരുന്നുണ്ട്. ഇസ്രായേൽ അങ്ങനെ മുതിർന്നാൽ ഒരുപക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ അന്ത്യമായി അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് ആ രാജ്യത്തുള്ള പൗരന്മാർ തന്നെ പിന്തുണ നൽകാൻ വലിയ പ്രയാസമാണ്. 10 മാസമായിട്ട് ഇപ്പൊ നടക്കുന്ന പാലസ്തീനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ പാലസ്തീനെ ഇല്ലാതാക്കാനോ ഉദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ വരുത്താനോ വേണ്ടി ഇപ്പോഴും ഇസ്രായേൽ സാധിക്കാതിരിക്കെ ഇങ്ങനൊരു യുദ്ധത്തെ വിളിച്ചു വരുത്താൻ ഇസ്രായേൽ ശ്രമിക്കില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവരുടെ സ്വപ്ന പദ്ധതിയായി നിലനിൽക്കുന്ന വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതാണോ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇപ്പം യഥാർത്ഥത്തിൽ സജീവമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്.